ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റ് തോന്നിവാസം പറയരുത്. സംഗ്രാമതീരമായ മാനസികാവസ്ഥയുടെ പേർ കൂടിയാണ് ഇടതുപക്ഷം. സംഗ്രാമതീരം എന്ന് പറയുമ്പോൾ ഒളിച്ചു വെച്ച വളരെ സീക്രട്ട് ആയിട്ട് കൊണ്ടുനടന്ന ഒരു പ്രണയം എന്നൊക്കെ പിന്നീട് പ്രണയങ്ങളൊക്കെ പല വിധത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? വിശദീകരിച്ച് എന്നെ കുഴപ്പത്തിലാക്കാനല്ലേ? തീപ്പൊരി നേതാക്കൾക്ക് പൊതുവെ കുറെ ആരാധികമാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ എന്റെ ആരാധികമാരുടെ പ്രൈവസി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒറ്റ വാക്കിൽ പറയേണ്ട കാര്യം ഈ 5 വാചകങ്ങളിലേക്ക് വലിച്ചു നീട്ടുന്നത് CPM-മാരുടെ പൊതുവെ ഉള്ളൊരു ശൈലിയാണ്. ഞാൻ 2 സെന്റൻസ് പറഞ്ഞിട്ട് ഈ ഒറ്റ വരിയിലേക്ക് വരാം. എങ്ങനെ ഇരിക്കണം? ഞങ്ങൾ കൊടുത്ത പൈസ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾക്കിട്ട് വച്ചു. പെൻഷൻ വാങ്ങി നശിച്ചതായിരുന്നു. അത് ഞങ്ങളുടെ നിലപാടല്ല, ഇടതുപക്ഷത്തിന്റെ നിലപാടല്ല. നമ്മൾ കോട്ടയത്ത് ഫ എന്നുള്ള അക്ഷരത്തിന് പകരം നമ്മൾ ഫാരിയ. എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? താത്വികമായ അവലോകനം വേറെ, അത് നമുക്ക് വേറെ എടുക്കാം. കേസുകൾ ഇപ്പൊ മഹാത്മാഗാന്ധിക്ക് കേസ് ഉണ്ടായിരുന്നില്ലേ? മഹാത്മാഗാന്ധി കോളേജ് അടിച്ചു പൊട്ടിച്ച കേസിലല്ല പോയത്. പുതുപ്പള്ളിയിലേക്ക് ഇറക്കിയൊരു നേർച്ചക്കോഴിയാണ്. അങ്ങനെ പറയാൻ ഉള്ള അസാധാരണമായ ഒരു ഉളുപ്പില്ലായ്മ ഉള്ളയാളല്ല ബഹുമാനീയനായ രമേശ് ചെന്നിത്തല. കുടുംബാധിപത്യവും അല്ലെങ്കിൽ തറവാട്ട് മഹിമയും മുത്തശ്ശന്മാർ കാരണവന്മാർ വഴിയുള്ള തായ് വഴി ബന്ധവും പറഞ്ഞിട്ടല്ല, നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്തപ്പോൾ പുതുപ്പള്ളിയിൽ കോൺഗ്രസിന് അനിതര സാധാരണ ഭൂരിപക്ഷമുള്ള സ്ഥലത്തെ ജനവിധി ഇതായിരുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കൊല്ലപ്പരീക്ഷ എത്താറായി സുരാവേ, കൊല്ലം മുഴുക്ക ജയിലിനാണോ? ഇത് ജയിക്കിനെ കുറിച്ചാണ് ഈ പാട്ട്. അതിന് ആപ്റ്റായ ഒരാൾ ജയിക്കാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് CPM-ന്റെ ഒരു യുവമുഖമാണ്. പാർട്ടിയുടെ കരുത്തുറ്റ ശബ്ദം, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വാചകം ചോദിച്ചാൽ 5-6 വാചകത്തിൽ നമുക്ക് വേണ്ടതിലധികം തരുന്ന ജെയ്ക് സി തോമസ്. സ്വാഗതം ജെയ്ക്. താങ്ക് യു. എങ്ങനെയുണ്ട് ഒരു തിരക്കിട്ട ജീവിതത്തിലേക്ക് പോയപ്പോൾ? തിരക്കിട്ട ജീവിതം ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയല്ല, കുറച്ച് നാളുകളായിട്ട് കുറച്ചധികം തിരക്ക് കൂടിയൊന്ന്. ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിലേക്ക് എത്തിയല്ലോ. മറ്റെല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഒരു തിരക്ക് തന്നെ ആയിരിക്കും. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊരു തിരക്ക് ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്വാഭാവികമായി തിരക്കിലേക്ക് പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പീക്ക് ടൈമിലേക്ക് നമ്മളെല്ലാവരും വരികയാണല്ലോ. അപ്പം നിങ്ങളുടെ ചാനലിലേക്ക് വരുമ്പോൾ നിങ്ങളും തിരക്കിലാണ്. അതിൻ്റെ ഒരു ആനുപാതിക തിരക്ക് നമുക്കുണ്ട്, അത്രയേ ഉള്ളൂ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഒരു അന്തരീക്ഷം? എന്താണ് നമ്മുടെ അഭിപ്രായം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചാണ്, നമ്മുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അന്തരീക്ഷം എങ്ങനെ ഉണ്ടാവും? എങ്ങനെയുണ്ട് അന്തരീക്ഷം? ചൂട് പിടിച്ച് തുടങ്ങുന്നു. അതാണോ ചൂടാണോ ഒക്കെ തണുപ്പാണെന്നാണ് എന്നോട് ചോദിച്ചല്ലോ. അങ്ങനല്ല, ജയിക്കിന്റെ മൊത്തത്തിലൊരു അന്തരീക്ഷം എങ്ങനെ ഉണ്ട്? ഒരു തെരഞ്ഞെടുപ്പിലേക്കുള്ള അന്തരീക്ഷത്തിലേക്ക് എത്തിയോ? തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം അതിന്റെ എല്ലാ കെട്ടിലും മട്ടിലും ഒക്കെ തെരഞ്ഞെടുപ്പിലേക്കായി, പൂർണ്ണതയിലായി. കോട്ടയംകാരാണല്ലോ ജയിക്ക്. അപ്പം നമ്മൾ കോട്ടയത്തെ ഒരു ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ജയിക്കിന്റെ ഭാഷ. കുറച്ച് അച്ചടി എവിടേക്കോ ഉള്ളതുപോലെ. അത് അങ്ങനെ സ്വയം രൂപപ്പെടുത്തി എടുത്തതാണോ അതോ രൂപപ്പെട്ട് വന്നതാണോ? ഇല്ല, ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ള പല ആളുകൾക്കും ഇതിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കോട്ടയത്തിന്റെ ഒരു കൊളോക്കിയൽ ഭാഷ എന്ന് പറഞ്ഞാൽ ഈ സിറ്റി ഓഫ് ലാൻഡ് ആൻഡ് ലെറ്റേഴ്സ്, ലാൻഡ് ആൻഡ് ലാക്ടെക്സ് എന്നാണ് പറയാറുള്ളത്. റബ്ബറിൻ്റെയും അക്ഷരങ്ങളുടെയും ഒക്കെ നാടാണ് കോട്ടയം. അപ്പോൾ അച്ചടി ആദ്യം ഉണ്ടായത് സ്വാഭാവികമായിട്ടും കോട്ടയത്താണ്. CMS കോളേജിനോട് ചേർന്നുള്ള ആദ്യത്തെ അച്ചടി പ്രസ്സൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ സ്വാഭാവിക സ്വാധീനം എല്ലാവരിലും ഉണ്ടാകുന്ന പോലെ എന്നിട്ടുണ്ടായിട്ടുണ്ടാകാം. അത് ഞാൻ പരിശോധിച്ചിട്ടില്ല. അതിനപ്പുറം ഞാനായി ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു ശൈലിയിൽ ഒരു ഭാഷയില്ല. പിന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വിമർശനം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള പരിഹാസങ്ങളൊക്കെ വരുമ്പോൾ ഈ മാതിരി പ്രയോഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്, അച്ചടി ഭാഷയുടെ ആളാണെന്നൊക്കെ ഉള്ളത്. അല്ല, നമ്മൾ കോട്ടയത്ത് ഫ എന്നുള്ള അക്ഷരത്തിന് പകരം നമ്മൾ ഫാരിയ. അത് കുറച്ച് ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്ന ശ്രദ്ധയിലുണ്ട്. ഇപ്പോൾ കൊല്ലംകാരങ്ങനെ ഉപയോഗിക്കും. കോട്ടയത്ത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ ഈ പറയുന്ന പോലെ ഫാരിയ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് കുറച്ച് പ്രദേശത്തുള്ളവരുടെ മാത്രമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ നമ്മളുമൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് വ്യത്യസ്ത ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചാണല്ലോ നമ്മൾ സ്വയം ഇവോൾവ് ചെയ്യപ്പെടുന്നത്. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നായിരിക്കാം, ചിലപ്പോൾ മാറ്റപ്പെട്ടതായിരിക്കാം. അല്ല, ഈ CPM-മാർക്ക് പൊതുവെ അങ്ങനെ ഒരു ഭാഷയുണ്ട്, ഒരു കണ്ണൂർ സ്ലാങ് പിടിക്കുന്ന അവലോകനം. താത്വികമായ അവലോകനം വേറെ, അത് നമുക്ക് വേറെ എടുക്കാം. എന്നാലും ഒരു സ്ലാങ്ങിന്റെ ഭാഷയിൽ അങ്ങനെയുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നില്ല. ഇപ്പം നിങ്ങൾ കേരള നിയമസഭയിലേക്ക് തന്നെ തോന്നിയാൽ വ്യത്യസ്തമായി സംസാരിക്കുന്ന എത്ര ജനപ്രതിനിധികൾ, ഇപ്പോൾ CPM-ൻ്റെ തന്നെ വ്യത്യസ്തമായി സംസാരിക്കുന്ന എത്ര ജനപ്രതിനിധികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ മണിയാശാൻ സംസാരിക്കുന്നത് പരിപൂർണമായി ഒരു നാട്ടിൽ നിന്നുകൊണ്ട്, ഒരു കവലയിൽ നിന്നുകൊണ്ട് 3-4 പേരോട് സംസാരിക്കുന്ന അതേ ശൈലിയിലാണ് അദ്ദേഹം പലപ്പോഴും രാഷ്ട്രീയം പറയാറുള്ളത്. എന്നാൽ അദ്ദേഹം CPM-ൻ്റെ സമന്വയ നേതാവായിരുന്നു, ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു, സ്റ്റേറ്റ് സെക്രട്ടറി മെമ്പറായിരുന്നു, നമ്മുടെ
വൈദ്യുതി മേഖല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സൂചിപ്പിച്ച പോലെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ സൃഷ്ടിക്കുന്ന പെർസെപ്ഷൻസിൻ്റെ രണ്ട് ഉദാഹരണമാണ്. ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അധികാരത്തിൽ വരുന്ന സമയത്ത് ഇദ്ദേഹം കൊള്ളില്ല, ഇദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ്, ഇല്ലിട്രേറ്റ് ആണ്, ഇതായിരുന്നു ഒരു സൃഷ്ടിക്കപ്പെട്ട പ്രചരണം. പക്ഷേ അദ്ദേഹം ഡിഗ്രി കഴിഞ്ഞു, LLB പാസ്സായി, പ്രാക്ടീസിങ് ലോയറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായി മാറുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ സമീപ ചരിത്രത്തിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ അദ്ദേഹം മാറി. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പെർസെപ്ഷൻസ് നമ്മളധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായം. അല്ല, എന്നാലും അങ്ങനെ ഒരു ഇതില്ലേ? ഇപ്പൊ നിങ്ങൾ ജയിക്ക് എന്നെ പാനലിന്റെ ഇടയിൽ പറയാറുണ്ട് ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് അങ്ങ് എന്നൊക്കെ പറയുമ്പോൾ എന്നാലും അങ്ങനെ ഒന്നും ഇല്ലേ? അതൊരു പരിധി വരെ ബോധപൂർവം ചെയ്യുന്നതാണ്. കാരണം അതെന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു സംവാദത്തിലിരിക്കുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ സംബന്ധമായ ഒരു സീരിയസ് ആയ ഒരു വിഷയത്തെ തുടർന്നുള്ള സംവാദത്തിലിരിക്കുമ്പോൾ എന്നോട് വിയോജിപ്പുള്ളവരായിരിക്കില്ലല്ലോ. എന്ന് വെച്ചാൽ പേഴ്സണലി എന്നോട് ദേഷ്യമുള്ളവരോ എന്നോട് വിയോജിപ്പുള്ളവരോ ആയിരിക്കില്ലല്ലോ. ഞാൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവരായിരിക്കും എൻ്റെ കോപ്പാനലിസ്റ്റായി വന്നിരിക്കുന്നത്. ചിലപ്പോൾ ആങ്കർ ആയിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഒരിക്കൽ പോലും അവരോടുള്ള എൻ്റെ ഡിസൻറ്റും പേഴ്സണൽ ആകരുത്, വ്യക്തിപരമാകരുത്. ഇപ്പോൾ പേരെടുത്ത് പരാമർശിക്കുന്നത് പോലും അവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു സ്വാഭാവിക ചിന്തയുടെ ഭാഗമായിട്ടാണ്. പേര് വിളിക്കുമ്പോൾ അങ്ങനെ ഒരു അല്ല, ഞാൻ പേരെടുത്തിട്ട് അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് പറയുമ്പോൾ അത്രയും പോലും ഹേർട്ട് ആവരുത് എന്നുള്ള അങ്ങേയറ്റം സത്യസന്ധമായ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കോപ്പാനലിസ്റ്റ് അല്ലെങ്കിൽ അങ്ങ് എന്ന് ഞാൻ വിളിക്കാറുള്ളത്. അങ്ങനെ ഹേർട്ട് ആവാതിരിക്കാനാണോ ചിലപ്പോഴൊക്കെ നമ്മൾ ചാനൽ ചർച്ചയൊക്കെ ഇങ്ങനെ ചൂട് പിടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റ് തോന്നിവാസം പറയരുത് ഈ ഒരു മൂഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? ഞാനങ്ങനെ തോന്നിവാസം പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ പരമാവധി ഇങ്ങനെ വാക്പ്രയോഗങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പോയിട്ടുണ്ട്, കയ്യിൽ നിന്ന് പോയിട്ടല്ല ഇൻസ്റ്റൻസ് അങ്ങനെ പോയറണമാണ് ഈ പൊളിറ്റിക്കലി തന്ത എന്നൊരു വേർഡ്. അല്ല, അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സമാനമായ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയോട് റെസ്പോണ്ട് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ഭാഗം എന്നുള്ളതല്ല, ഇഫ് ഐ എം ഗോയിങ് ടു കോട്ട് ഹിം, അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെയാണ് എൻ്റെ പ്രതികരണത്തിൻ്റെ മാനകമായി സ്വീകരിക്കുന്നതെങ്കിൽ എനിക്കിങ്ങനെ പറയേണ്ടതായിട്ട് വരും. പക്ഷേ ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല, എൻ്റെ രാഷ്ട്രീയം എന്നെ പഠിപ്പിച്ചിട്ടുള്ളതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തെ അതായിരിക്കും പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ട് വിത്തിൻ കൊട്ടേഷൻ ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ എൻ്റെ ഏകപക്ഷീയമായ ഒരു പ്രതികരണമേ ആയിരുന്നില്ല. അങ്ങനെ ഞാൻ പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുമുണ്ട്. ജയിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ ചർച്ചകളിലേക്ക് വന്നപ്പോൾ നമ്മൾ നേരത്തെ ഭാഷേൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ജയിക്കിൻ്റെ ഭാഷാ ശൈലി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് നമ്മൾ സംസാരിച്ച് തുടങ്ങി, ജയിക്ക് സംസാരിച്ച് തുടങ്ങിയത് അവസാനിപ്പിച്ചത് എത്ര മന്ത്രിമാർ വളരെ നല്ല മന്ത്രിയായിട്ട് അവസാനിച്ചെന്നാണ്. അപ്പം ആനയെക്കുറിച്ച് പറയുമ്പോൾ ചേനയെക്കുറിച്ച് പറയുന്ന ഒരാളാണ് ജയിക്കുന്നുള്ളൊരു പൊതുവെ ഒരു വിമർശനം പ്രത്യേകിച്ച് എതിരാളികളിൽ നിന്നാണ് അത് ഉണ്ടാവാറുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ചാണ് അങ്ങ് കോട്ട് ചെയ്തത്, എന്താ ആനയിൽ നിന്ന് ചേനയിലേക്ക് പോയെന്ന്. അല്ല, അതെ, ഇതൊന്നും പേഴ്സണൽ അല്ലല്ലോ. ആനയിൽ നിന്ന് ചേനയിലേക്ക് പോയി എന്നുള്ള അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയ സൃഷ്ടിക്കുന്ന പെർസെപ്ഷൻ എന്ത്, ആ പെർസെപ്ഷൻ്റെ നമുക്ക് മുമ്പിൽ നിങ്ങൾക്കും എനിക്കും ഒരേപോലെ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന രണ്ട് ഉദാഹരണം. അങ്ങനെയാണ് ഞാനതിലേക്ക് വന്നത്. അതല്ലാതെ നേരിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നേരെ മണിയാശാനിലേക്കോ നേരെ ശിവൻകുട്ടിയിലേക്കോ പോവുകയായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒറ്റ വാക്കിൽ പറയേണ്ട കാര്യം ഈ 5 വാചകങ്ങളിലേക്ക് വലിച്ചു നീട്ടുന്നത് CPM-മാരുടെ പൊതുവെ ഉള്ളൊരു ശൈലിയാണോ? അത് വലിച്ചു നീട്ടലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരിയാണ്. ഞാനത് ഇപ്പോൾ ഞങ്ങളെന്ന നിലയിലാണോ അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ടാണോ ഞാനിങ്ങനെ വലിച്ചു നീട്ടുന്ന ഒരാളായിട്ടാണോ നമുക്ക് തോന്നുന്നെങ്കിൽ ഞാനത് പരിശോധിക്കേണ്ടതാണ്, സെൽഫ് ക്രിട്ടിക്കലായിട്ട് ഞാനത് അനലൈസ് ചെയ്യേണ്ടതാണ്. പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം നമ്മൾ ജയിക്കിൻ്റെ സംസാരം അല്ലെങ്കിൽ പ്രസംഗങ്ങൾ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നൊരു ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യം ഈ 5 വാചകങ്ങളിൽ എന്തിനാണ് ജയിക്ക് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നുള്ളത്. അങ്ങനെ നമുക്ക് പറയാൻ കഴിഞ്ഞ ഒരു 2 ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം പറയാം. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ മറ്റേ പൊളിറ്റിക്കൽ ബയോളജിക്കൽ കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്ന നിലയിലാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. നിങ്ങൾക്കിപ്പോഴും ഇതൊക്കെ പിന്നെ ഈ പുതിയ കാലഘട്ടത്തിലെ മീഡിയയുടെ പ്രത്യേകത എല്ലാം ആർക്കൈവിലുണ്ടാകും. നമുക്ക് ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പൂർണ്ണമായും കഴിയാത്ത വിധം അത് ആർക്കൈവിൽ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഡിസ്കഷൻ എടുത്ത് നോക്കിയാൽ മതി. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആ സമയത്തെ അങ്ങേയറ്റം മനുഷ്യത്വവിരുദ്ധമായ ഒരു വാചകത്തെ കോട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. കോട്ട് ചെയ്തിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇഫ് ഐ ആം ഗോയിങ് ടു എന്ന് പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തെ അനുകരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ വലിച്ചു നീട്ട് ഒരു വാചകത്തിൽ അവസാനിപ്പിക്കേണ്ട ഒരു വിഷയം 5 വാചകത്തിൽ പറയുന്നു എന്നൊരു വിമർശനം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരിശോധിക്കേണ്ടതാണ്. പിന്നെ അത് അങ്ങേറ്റം വസ്തുതയാണെങ്കിൽ അത്തരം 2 ഇൻസ്റ്റൻസ് ചൂണ്ടിക്കാണിച്ചാൽ എന്താണ് ഞാൻ ഈ പൊതു അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളച്ചു കെട്ടുന്നത് എന്നൊരു വർത്താനം ഉണ്ടോ? അങ്ങനെയില്ല. ഇപ്പം നമ്മളൊരു ചർച്ചയിൽ പോയിരുന്നാലോ മോഡറേറ്റർ ഉണ്ടാവും,
അപ്പോൾ ഞാൻ വല്ലാതെ വഴിമാറിപ്പോകുന്നു, അല്ലെങ്കിൽ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു കാര്യമാണ് പറയുന്നത്. അതിനൊക്കെയാണല്ലോ ആങ്കർമാരും മോഡറേറ്റർമാരും ഒക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചത് ഇതാണ്, അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വരൂ എന്ന് സ്വാഭാവികമായിട്ടും പറയാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങൾ അവർക്ക് ഇടപെട്ട് നമ്മളെ നിയന്ത്രിക്കാനും, നമ്മൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ വഴിയിലേക്ക് മടക്കിക്കൊണ്ട് വരാനൊരു അലാമിങ് സിഗ്നൽ ചിലപ്പോൾ തരാനും അവർക്ക് ട്രാക്ക് ആവുന്നില്ലെങ്കിലോ എന്താണ് ഈ പറഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം. അല്ല, അപ്പോൾ അതാണല്ലോ അവിടെ വെച്ചാണല്ലോ നമുക്ക് തോന്നുന്നത് ഇദ്ദേഹം പറയുന്നത് ഞാൻ ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അതുതന്നെയാണല്ലോ അവർക്ക് തോന്നുന്നത് ഇദ്ദേഹം ഏത് വഴിക്കാണ് പോകുന്നത് എന്നുള്ളത്. അന്നേരം നമുക്ക് ഇൻട്രോഡക്ഷൻ നടത്താമല്ലോ. ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, ദയവായിട്ട് അതിലേക്ക് വന്നാൽ കൊള്ളാം എന്ന് പറയാമല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ നിർബന്ധിക്കപ്പെടുമല്ലോ. ഇനിയുള്ള ചാനൽ ചർച്ചകളിൽ ശ്രദ്ധിക്കണം കേട്ടോ. ആരെങ്കിലും എനിക്കിപ്പോൾ ചാനൽ ചർച്ചകളിലൂടെയാണല്ലോ കുറച്ചുകൂടി വിസിബിലിറ്റി ഉള്ളത്, നമ്മളൊക്കെ വളരെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ചാനൽ ചർച്ചകൾ വളരെ തീക്ഷ്ണമായിട്ടുള്ള ഇങ്ങനത്തെ ചർച്ചകളൊക്കെ ഇപ്പോഴും ആസ്വദിക്കുന്ന, ആവേശകരമായി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മടുപ്പുണ്ടോ? ഇല്ല, വസ്തുതാപരമായി ചാനൽ ചർച്ചകളിൽ പോകാൻ താല്പര്യമില്ല. ഒരു കാരണവശാലും പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനെന്ന് മാത്രമല്ല, ഈ കാര്യങ്ങളെ ഒരല്പം കാര്യഗൗരവത്തോടു കൂടെ സമീപിക്കുന്ന ഏതൊരാളും ഇപ്പോഴത്തെ ചാനൽ സംവാദ മുറികളിലേക്കൊന്നും പോകാൻ താല്പര്യപ്പെടുന്നവരായിരിക്കില്ല. എന്നാൽ അപൂർവമായിട്ടുള്ള റെയർ അമംഗ് ദ റെയറസ്റ്റ് ചില ചർച്ചകളൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ മഹാഭൂരിപക്ഷവും ഇപ്പം നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർക്ക് ഏതെങ്കിലും തരത്തിലൊരു സന്ദേശം, എന്തെങ്കിലും തരത്തിലൊരു ഗുണം പ്രദാനം ചെയ്യുന്ന രീതിയിലെ എല്ലാ ചർച്ചകളും നടത്തപ്പെടുന്നത്. പിന്നെ ഇതൊരു അൺഫെമിലിയർ ട്രൂത്താണ്, വേണമെങ്കിൽ ഒരു അനിഷ്ടമായ യാഥാർത്ഥ്യമാണ്. നമ്മളിതിൽ പോകാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഇപ്പോൾ CPM സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളെ എല്ലാ ചാനലുകളും ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലെയും പ്രതിനിധികൾ ബന്ധപ്പെടുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ് പാർട്ടി സെൻറ്ററിലാണ്. അപ്പം ഞങ്ങളെ ആരും വ്യക്തിപരമായി വിളിക്കാറില്ല. അവിടെ നിന്നാണ് നമ്മളെ ഡിപ്ലോയ് ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം ഇങ്ങനെയൊരു വിഷയമുണ്ട്, നിങ്ങൾ പരിപാടി ക്രമീകരിച്ചിട്ട് ഈ ചാനലിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ളത്. അപ്പോൾ വ്യക്തിപരമായി ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ ഉറപ്പായും പറയും, ഇപ്പോഴത്തെ ടൈപ്പ് ഓഫ് ഡിബേറ്റിലൊന്നും പോയിരിക്കാനോ അതിൻ്റെ ഭാഗമാകാനോ വ്യക്തിപരമായി ഒരു തരത്തിലുള്ള താല്പര്യമില്ല. എന്നാൽ തുടക്ക കാലഘട്ടത്തിൽ അതായിരുന്നില്ല സ്ഥിതി. ഇപ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ചർച്ചകളിലൂടെ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ അതിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. തുടക്ക കാലഘട്ടത്തിലെ ചർച്ചകൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലമുണ്ടായിരുന്നു എന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴതിൻ്റെ നിലവാരം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ രീതിയെല്ലാം മുൻകാല പ്രാബല്യത്തോടു കൂടെ പരിഷ്കരിക്കപ്പെടേണ്ടതാണ്, ഒരു സംശയമില്ല. പുതുപ്പള്ളിയിലേക്ക് ഇറക്കിയൊരു നേർച്ചക്കോഴിയാണ് ജയിക്കുന്നുള്ള ചില കമന്റുകളുണ്ട്. അപ്പൊ അതിനോട് എന്തായിരിക്കും ഒരു അഭിപ്രായം? ഇപ്പോൾ ഇത് പറഞ്ഞ പോലെയാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് എഴുതിയാൽ, വിശദീകരിക്കാൻ ശ്രമിച്ചാലൊക്കെ പല ആളുകളും ഇങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളോട് താല്പര്യമില്ലാത്ത ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യമില്ലാത്ത ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു സ്ഥിരം വിമർശനത്തിൻ്റെ ആദ്യ വാചകമാണ് ഇപ്പോൾ പറഞ്ഞത്, പുതുപ്പള്ളി. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നാട് മണർകാട് ഗ്രാമപഞ്ചായത്താണ്. നേരത്തെ കോട്ടയം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ UDFൻ്റെ സമയത്ത് ഒരു ഡീലിമിറ്റേഷൻ നടന്നു. അതേ തുടർന്ന് പിന്നെ പുതുപ്പള്ളിയിൽ വന്നു. ഇപ്പോൾ പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു രാഷ്ട്രീയ ചിത്രം എന്താണ്? അത് ഇപ്പോൾ ധർമ്മടം പോലെ, തലശ്ശേരി പോലെ, പയ്യന്നൂർ പോലെ ആരാലും ഒരു ചലഞ്ച് പോലും ഉയർത്താൻ കഴിയാത്തില്ലാത്ത ഒരു സ്ഥലം എന്നുള്ളതാണ്. ഇപ്പോൾ 2016 ഞാൻ 3 തവണ തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 2016 എൻ്റെ 26-ാം വയസ്സിൽ SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വിദ്യാർത്ഥി രംഗത്തൊരു പ്രതിനിധി എന്ന നിലയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഓർമ്മയിലുണ്ടാകും. 2016 അപ്പോൾ എൻ്റെ 26-ാം വയസ്സിൽ. അപ്പോൾ അന്ന് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 5 വർഷം സമ്പൂർണ്ണമായി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം ആ സമയത്ത് ആ മണ്ഡലത്തിലുള്ളത്. അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചത് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 33,000 വോട്ടിനായിരുന്നു. അപ്പം ഞാൻ അവിടെ പരിചിതനായ ഒരു സ്ഥാനാർത്ഥിയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട അടിസ്ഥാന പ്രായമാണ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 26 മുകളിലുള്ളവർക്ക്, 26 കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ കഴിയും. അപ്പോൾ ആ അന്തരീക്ഷത്തിലാണ് വരുന്നത്. ഞാനൊരു ഗ്രാമപഞ്ചായത്തിൽ പോലും മത്സരിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ സജീവമായി പങ്കെടുത്തിട്ടില്ല. അങ്ങനെയാണ് പെട്ടെന്നൊരു ഉത്തരവാദിത്വം കിട്ടുന്നത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു, ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതല്ല, 25,000-ലേക്കോ മറ്റോ കുറഞ്ഞു. അതിൻ്റെ തുടർച്ചയിൽ പിന്നീട് എനിക്ക് തോന്നുന്നു 2020 എത്തുമ്പോൾ, അപ്പോൾ കോവിഡ് ഔട്ട്ബ്രേക്കൊക്കെ ആയി, അതിൻ്റെ ഒരു പീക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, എനിക്ക് തോന്നുന്നു UPയുടെ ചെയർപേഴ്സണൊക്കെ ആയിരുന്ന ശ്രീമതി സോണിയാഗാന്ധിയാണ് കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ ഈ കോൺഗ്രസ് ജനപ്രതിനിധിയുടെ 50 വർഷത്തിൻ്റെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ പ്രചുര പ്രചാരമുള്ളൊരു ദൃശ്യമാധ്യമം അന്ന് ഏറെ ചെയ്തൊരു വാർത്ത, 50-ാം വർഷം ലക്ഷ്യം 50,000 ഭൂരിപക്ഷം എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ദൃശ്യം 2021 ഞങ്ങളുടെ വീടിരിക്കുന്ന കവലയിൽ വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധിയാണ്, ഇപ്പോഴത്തെ നമ്മുടെ LOP ലീഡർ ഓഫ് ഒപ്പോസിഷൻ. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ 2021 ചിത്രം എന്തായിരുന്നു എന്നുള്ളത്? കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെയും ബീക്കൺ ആരാണ്?
ജീവിച്ചിരിക്കുന്ന ഒരു നേതാക്കന്മാരെയും ചൂണ്ടിക്കാട്ടിയിട്ടല്ല കോൺഗ്രസ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും നേരിടാൻ പോകുന്നത്. അപ്പോൾ പുതിയുഗ യാത്രയുടെ സമാപനം രാഹുൽ ഗാന്ധി 5 പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജുള്ള പദ്ധതിയുടെ നാമകരണം നടത്തപ്പെടുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ പേരിലാണ്. വേറൊരു കോൺഗ്രസ് നേതാവിൻ്റെ സ്മരണയിൽ ഞങ്ങൾ ഇങ്ങനൊരു പദ്ധതി എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ബഹുമാനിയനായ ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചിട്ടാണ് നേരിടാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം എന്തായിരുന്നു? അതായത് പുതുപ്പള്ളി പോലൊരു നിയോജക മണ്ഡലത്തിൽ 50,000 ഭൂരിപക്ഷത്തോടുകൂടെ ജയിക്കുമെന്ന് ജയ്ഹിന്ദ് അല്ല വാർത്ത കൊടുത്തത് കേട്ടോ, മലയാള മനോരമയുമല്ല. നമ്മുടെ നാട്ടിൽ 1-ാം നമ്പർ എന്ന് അവകാശപ്പെടുന്ന ദൃശ്യമാധ്യമ ചാനലാണ് വാർത്ത കൊടുത്തത്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ടെണ്ണിയ ദിവസത്തെ രാഷ്ട്രീയ ഭൂരിപക്ഷം 7,000 ആയിരുന്നു. 180 ബൂത്തുണ്ടായിരുന്നു അന്ന് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ. 3-1 ബൂത്തിലും അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്ത് സാധാരണ ഒരു 6,000 വോട്ടിനൊക്കെ ലീഡ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ 2,000 വോട്ട് എത്തിപ്പിടിക്കാൻ കോൺഗ്രസ് വിഷമിച്ചു. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഒരു 5,000 വോട്ട് UDF ലീഡ് ചെയ്യുന്നതാണ്. 1,600 വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു പോസ്റ്റൽ വോട്ട് എണ്ണിയതിന് ശേഷമാണ് 7,000 വോട്ടിൻ്റെ എണ്ണം 9,000 വന്നത്. അതായത് സ്വപ്നതുല്യമായ മണ്ഡലമെന്നും മുഖ്യമന്ത്രി പദവി വരെ അലങ്കരിച്ച് നാളുകൾ മത്സരിച്ച് സ്വാഭാവികമായി 1,00,000 വോട്ടിന് വിജയിക്കുമെന്നും എല്ലാവരാലും വിലയിരുത്തപ്പെട്ട മണ്ഡലത്തിലാണ് 2021 നല്ല രാഷ്ട്രീയം, കുടുംബാധിപത്യവും അല്ലെങ്കിൽ തറവാട്ട് മഹിമയും മുത്തശ്ശന്മാർ കാരണവന്മാർ വഴിയുള്ള തായ്വഴി ബന്ധവും പറഞ്ഞിട്ടല്ല, നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്തപ്പോൾ പുതുപ്പള്ളിയിൽ കോൺഗ്രസ്സിന് അനിതര സാധാരണ ഭൂരിപക്ഷമുള്ള സ്ഥലത്തെ ജനവിധി ഇതായിരുന്നു. പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ ബൈ ഇലക്ഷൻ വന്നു. ബൈ ഇലക്ഷൻ്റെ പ്രത്യേകത നമുക്കറിയാം. അദ്ദേഹം മരണപ്പെട്ട 40-ാം ദിവസം പോളിംഗ് ആണ്. ഈ ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ച് മരണപ്പെട്ട 40-ാം ദിവസം പ്രധാനപ്പെട്ട മരണാനന്തര ചടങ്ങ് നടക്കുന്നതാണ്. അന്നായിരുന്നു ഏതാണ്ട് പോളിംഗ് നടത്തപ്പെട്ടിരുന്നു. അത് വേറൊരു റിസൾട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ ഇച്ചിരി ഗൗരവത്തോടെ വിലയിരുത്തുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ഒരു നേർച്ചക്കോഴി എന്ന പ്രയോഗത്തിന് യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഉമ്മൻചാണ്ടിയെ വിറപ്പിച്ച ഒരു SFIക്കാരനായിട്ട് ജയ്ക്ക് സ്വയം അടയാളപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ ഞാൻ അടയാളപ്പെടുത്തുന്നില്ല. പക്ഷേ എൻ്റെ ഫോണിൽ ഇപ്പോഴും അന്ന് ഈ 50,000 വോട്ട് എന്ന് പറഞ്ഞ മാധ്യമം ചെയ്തൊരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ മാധ്യമം ചെയ്ത വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ആ 3 സ്ക്രീൻഷോട്ടുകളിലും ഇദ്ദേഹം വിറച്ചു എന്നുള്ളതാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്ത വാർത്ത. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല കേട്ടോ. പക്ഷെ മാധ്യമങ്ങൾ അങ്ങനെയാണ് വാർത്ത ചെയ്തിരുന്നത് ആ റിസൾട്ടിനെ സംബന്ധിച്ച്. ആദ്യമായിട്ട് കന്നിയംഗം കുറിക്കുമ്പോൾ എതിരാളി ശക്തനായ ഒരു എതിരാളിയാണ്. ആ ഒരു സമയത്ത് ഒരു ചെറിയ വിറയൽ വന്നിട്ടില്ല? എനിക്കോ? ഒരിക്കലുമില്ല. ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 2016 ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയോഗിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഉണ്ടായിട്ട് 25 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ പോലും ഇടതുപക്ഷം ഭരിച്ചിട്ടില്ല. ആ സമയത്ത് 2 പേരേ ഉള്ളൂ, ഇടതുപക്ഷത്തിന് 2 പേരേ ഉള്ളൂ, 2 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ വീടിരിക്കുന്ന വാർഡിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 600-700 വോട്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് 2 അക്കം വോട്ടാണ്. 100 വോട്ട് തികച്ച് കിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പരത്തി പറയുമെന്ന് പറയരുത്, പറഞ്ഞു വന്നത് നമുക്കൊരു പഞ്ചായത്ത് മെമ്പറാവുക അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് മെമ്പറാവുക എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ പ്രായോഗികമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫസ്റ്റ് മാർഗം എന്താണ്? LDFിൽ ചേരുവാണോ അതോ UDFിൽ ചേരുവാണോ? അപ്പോൾ സേഫസ്റ്റ് ആയിട്ടുള്ളത് UDF ആണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രായോഗിക ചിത്രം പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയിക്കുന്ന ഭൂരിപക്ഷം 600-700 വോട്ടാണ്. അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് 2 അക്ക വോട്ടാണ്. 3 അക്ക വോട്ട് തേക്കാൻ പാടാണ്. അതിപ്പോഴല്ല, പതിറ്റാണ്ടുകളായി അതാണ് ചിത്രം. ഞങ്ങൾ ജനിച്ച കാലം മുതൽ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരുടെ പിതാക്കന്മാർ മാതാപിതാക്കൾ ജനിച്ച കാലം മുതൽ ഒരൊറ്റയാളാണ് അവിടുത്തെ MLA. അപ്പോൾ ഇങ്ങനെയൊരു നാട്ടിൽ നമുക്കൊരു പാർലമെൻ്ററി പദവിയുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മൾ ചേരേണ്ടത് കോൺഗ്രസിനോടൊപ്പമാണ്, UDFിനോടൊപ്പമാണ്. എന്നാൽ അതല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ഒരു ആശയധാരയാണ്, ഒരു ഐഡിയോളജിയാണ് നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റൊരു ചോയ്സ് ഉണ്ടാവുക. ഞങ്ങളുടെ ചോയ്സ് 17-ാം വയസ്സിൽ +2 കഴിഞ്ഞു. അതിൻ്റെ അടുത്ത മാസം നമ്മൾ CMS കോളേജിൽ ഡിഗ്രിക്ക് ചേരുന്ന സമയം മുതൽ നമ്മളെ സ്വാധീനിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പറോ പാർലമെൻറ്റ് മെമ്പറോ അല്ല. നമ്മളെ സ്വാധീനിച്ചത് ഇങ്ങനെ ഒരു ഐഡിയോളജിയാണ്, ഒരു ആശയധാരയാണ്. ഈ ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് 3 തവണയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016, 21, 23 പുതുപ്പള്ളി തന്നെ വീണ്ടും അവസരമായിട്ട് നിന്നത്? അത് വളരെ സ്വാഭാവികമായിട്ട് ഞാൻ കരുതുന്നത് ഈ 21 റിസൾട്ടാണ്. 21 ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും ഇദ്ദേഹം വിറച്ചു അല്ലെങ്കിൽ വിറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്ത എഴുതി. ഫാക്ച്വലി ഇദ്ദേഹത്തിൻ്റെ വോട്ട് ലെവൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസും UDFും മാറി. സ്വാഭാവികമായിട്ടും ഒരു വർഷത്തിൻ്റെ വ്യത്യാസത്തിനപ്പുറം ഒരു ബൈ ഇലക്ഷൻ വരുമ്പോൾ നോർമലി എന്നിലേക്ക് എത്തിയതാണ്. അതല്ലാതെ വേറെന്തെങ്കിലും ഒരു സവിശേഷ പരിഗണന അതിനുണ്ട് എന്നുള്ളത്
എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. CMS കോളേജിന്റെ കാര്യം പറഞ്ഞപ്പം ഇടയ്ക്ക് ഹിറ്റായിട്ടൊരു പാട്ടുണ്ടായിരുന്നു, കൊല്ല പരീക്ഷ എത്താറായി സഖാവേ കൊല്ലം മുഴുക്കൻ ജയിലിലാണ്. ഇത് ജയിക്കിനെ കുറിച്ചാണ് ഈ പാട്ട്, അതിന് ആപ്റ്റായ ഒരാൾ ജയിക്കാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ആ കവിത എഴുതിയത് സാമാണ്. സാമ് ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് BA ലിറ്ററേച്ചറിൽ അഡ്മിഷൻ കിട്ടി അവിടെ വന്ന വിദ്യാർത്ഥിയാണ് സാം. പിന്നെ ഇപ്പോൾ കേരളത്തിലെ ഒരു ചലച്ചിത്ര ഗാനശാഖയിലെ ശ്രദ്ധേയനായ ഗാനരചയിതാവായി മാറി. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കവിയുമാണ്. DC ബുക്സൊക്കെ സാമിൻ്റെ 1-2 കവിതാ പുസ്തകങ്ങൾ ഇതിനോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗാനത്തിനകത്ത് അല്ലെങ്കിൽ ഈ കവിതയ്ക്കകത്ത് എൻ്റെ സ്വാധീനം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് പറയേണ്ടത് ഞാനല്ല, സാമാണ്. സാം പക്ഷേ അത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ സാമിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഞാൻ കോളേജിൽ ചേർന്നത് BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രിപ്പിൾ മെയിൻ എന്ന് പറയുന്ന കോഴ്സാണ്. നിങ്ങൾ പലരും എക്കണോമിക്സ് ഒക്കെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ എക്കണോമിക്സിൻ്റെ മെയിൻ എന്ന് പറയുന്നത് എക്കണോമിക്സ് ആയിരിക്കും അല്ലേ, 3 മെയിൻ ഇല്ല. ഈ കോഴ്സിൻ്റെ പ്രത്യേകത, ഇപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ, കോഴിക്കോടുകാരനാണ്, MG സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു കോഴ്സായിരുന്നു 3 മെയിൻ: ജേർണലിസം, ലിറ്ററേച്ചർ, കൾച്ചർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മൂന്നിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഈ കോഴ്സ് യുണീക്കാണ്. ഇപ്പോൾ ചേർന്നൊരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ സസ്പെൻഡ് ചെയ്തു, പുറത്താക്കലിലേക്ക് വന്നു. കോളേജിൽ വലിയ സമരമായി. ഒരു 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന നിരാഹാര ഉപവാസ സമരം നടന്നു. അതിനുശേഷം നടത്തപ്പെട്ട ജൂൺ മാസം പ്രവൃത്തി ദിവസം നടത്തപ്പെട്ട മാർച്ച് ഭയങ്കര സംഘർഷഭരിതമായി മാറി. അന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞ ബഹുമാനിനെ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് ചെന്നിത്തല ഇവരൊക്കെ കോളേജ് സന്ദർശിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രി എന്ന് VS ആഭ്യന്തരമന്ത്രി സഖാവ് കോടിയേരിയുമായിരുന്നു. അവരുടെ പ്രസ്താവന വരുന്നു. കേരളം ശ്രദ്ധിച്ചൊരു സമരകേന്ദ്രമായിട്ട് CMS കോളേജ് മാറിയിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ആ സമരത്തെ തുടർന്ന് പിന്നെ എനിക്ക് 1 വർഷമേ കോളേജ് പഠിക്കാൻ പറ്റുള്ളൂ. സമരം അവസാനിക്കുന്നത് ഇനിയുള്ള 2 വർഷം ക്ലാസ്സിലിരിക്കാൻ സമ്മതിക്കില്ല, പരീക്ഷ എഴുതാൻ മാത്രം കോളേജിൽ കയറാം. ഈ ഉപാധിയോടുകൂടിയാണ് സമരം. ജയിലിലായിരുന്നു കൊല്ലം മുഴുക്ക. അതായത് ജയിലിലായതുപോലെ അല്ലെങ്കിൽ അതിന് തുല്യം എന്ന് പറയാം. ഈ ഉപാധിയോടുകൂടിയാണ് സമരം അവസാനിക്കുന്നത്. ആ സമരം അവസാനിച്ച് ഞാൻ പരീക്ഷ എഴുതാൻ മാത്രം കോളേജിൽ പോകും, തിരികെ പുറത്തേക്ക് വരും. അപ്പം ജയിക്കിനെ മാത്രം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അന്ന് അച്ഛന്മാരെ വളരെ അഡമൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ എടുക്കുകയും SFI അതിന് സമരം ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് തന്നെയായിരുന്നു അതിൻ്റെ കാരണം. 2 പേരെയാണ് പുറത്താക്കിയത്, പക്ഷെ എന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ഈ കവിത ഉണ്ടാകുന്നത്. ആ കവിത പിന്നീട് ശ്രദ്ധേയമാകുന്നത് ആര്യാദയാൽ പാടി അത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു പെർസെപ്ഷൻ്റെ പ്രശ്നമുണ്ട്. നിങ്ങൾ എന്നെ വ്യക്തിപരമായി അറിയാവുന്ന അല്ലെങ്കിൽ 1-2 വർഷം എന്നോട് പഠിച്ച അല്ലെങ്കിൽ എനിക്കൊരു വ്യക്തിപരമായ സൗഹൃദം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ പറയുന്ന ഒരു ടെററായിരുന്ന ഒരാളാണോ എന്നോ അല്ല, ജയിക്കിന്റെ അധ്യാപക തന്നെ പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ജയിക്ക് ഒരു പാവം കുട്ടിയാണ്, എന്തു പറഞ്ഞാലും അനുസരിക്കുക. എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഒരു അഗ്രസീവ് ക്യാരക്ടറിലോട്ട് വന്നത്? ഞാൻ അതിനെയൊക്കെ തള്ളിക്കളയും. കാരണം അന്ന് അവർ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജിൽ പരിചയപ്പെട്ട ആളെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാൻ. പിന്നെ ഈ പറയുന്ന സംവാദങ്ങളിൽ പോയി രാഷ്ട്രീയമായി ഏറ്റുപറ്റുണ്ടാകുമ്പോൾ നമ്മളൊന്നും സ്വാഭാവികമായിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് മിണ്ടാതിരുന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളെ നിയോഗിക്കപ്പെടുന്നത്. സ്വാഭാവികമായി നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് എന്നതുപോലെ അവർ പറയുന്ന കാര്യങ്ങളെ ഡിസ്മാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളാൽ കഴിയും വിധം, അതിപ്പോൾ ഈ പറഞ്ഞത് വലിച്ചു നീട്ടലാണോ എന്ന് എനിക്കറിയില്ല, ഡിസ്മാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തുറന്നു കാട്ടാൻ നമ്മൾ നിർബന്ധിതരാകും. നമ്മുടെ പരിമിതികളുള്ള കഴിവുകൾ ഉപയോഗിച്ച് നമ്മളതിന് ശ്രമിക്കുകയും ചെയ്യും. ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാവം കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയധികം കേസുകൾ വന്നിട്ടുള്ളത്? കേസുകൾ ഇപ്പോൾ മഹാത്മാഗാന്ധിക്ക് കേസ് ഉണ്ടായിരുന്നില്ലേ? മഹാത്മാഗാന്ധി കോളേജ് അടിച്ചു പൊട്ടിച്ച കേസിലല്ല പോയത്. ഞാൻ കോളേജ് അടിച്ചു പൊട്ടിച്ചു എന്നുള്ളൊരു അവകാശവാദം അങ്ങനെ ഒരു കാര്യം എന്നോട് അങ്ങനെ ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. സമരത്തിൽ സംഘർഷം ഉണ്ടായിട്ടില്ല. ഒരു വധശ്രമത്തിന് കേസ് ഉണ്ടായിരുന്നില്ലേ? വധശ്രമത്തിന് 1-2 കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് എടുത്തപ്പെടും. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കുന്ന ഒരു രംഗം, കേസിൻ്റെ കാര്യം പറയുമ്പോൾ രസമാണ്. ഇപ്പോൾ പോലീസിനെ അതിക്രമിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നമ്മുടെ PDPP എന്ന് പറഞ്ഞ വകുപ്പുണ്ട്, പർപ്പസ്ഫുൾ ഡെമോളിഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി, ജയിലിൽ പോവും. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കും, നമ്മുടെ സ്വരാജനൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ സമരത്തിൽ PDPP കേസെടുത്തു. അപ്പോൾ പോലീസുകാർക്ക് പരിക്കില്ല. സാധാരണഗതിയിൽ പോലീസ് ജീപ്പിന് കല്ലെറിയുക, തീയിടുക, പോലീസുകാരുടെ ശരീരത്തിൽ അതിക്രമം ഉണ്ടാകുക, KSRTC ബസ്സിന് കല്ലെറിയുക, ചില്ല് പൊളിയുക, അപ്പോഴൊക്കെയാണ് PDPP വകുപ്പിടുന്നത്. ഇതെന്തായിരുന്നു വകുപ്പെന്നറിയോ? നോക്കുമ്പോൾ കുട്ടികൾക്കാകെ തല്ല് കിട്ടി, അവരൊക്കെ ജയിലുമാണ്. ഇപ്പോൾ എന്താണ്, അവരെ അടിച്ചപ്പോൾ അടിക്കാൻ ഉപയോഗിച്ച ലാത്തി അവരുടെ ശരീരത്തിൽ കൊണ്ട് ഒടിഞ്ഞു. നല്ല പോലീസായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങൾ നിങ്ങളെ തല്ലി, നിങ്ങളുടെ ശരീരത്തിലെ കാലിൻ്റെ മുട്ടിൻ്റെ എല്ലിൽ കൊണ്ട് ഞങ്ങളുടെ ലാത്തി ഒടിഞ്ഞു. തുടർച്ചയായി അടിച്ചപ്പോഴാണ് ലാത്തി ഒടിഞ്ഞത്. പക്ഷേ ലാത്തി ഒടിഞ്ഞു കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ മുട്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നല്ല കുതിര തല്ല് കിട്ടിയ നിങ്ങളെ എടുത്തിട്ട് PDPP, പർപ്പസ്ഫുൾ ഡെമോളിഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ജയിലിലിട്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ
അതാണ് കേസുകളുടെയൊക്കെ സ്ഥിതി. പല കേസുകളും നിങ്ങളിങ്ങനെ പരിശോധിച്ചാൽ മതി. ഈ വധശ്രമം എന്നൊക്കെ പറയുന്നത് ആരെയെങ്കിലും കൊല്ലാൻ, തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് അദ്ദേഹം മരണാസന്നനായി കിടന്നപ്പോഴാണോ ഈ വകുപ്പ് വന്നിട്ടുള്ളത്? ഒരിക്കലും ആയിരിക്കില്ല. അതാണ് ഇങ്ങനത്തെ കേസുകളുടെ ഒരു പ്രത്യേകത. ഞാൻ സന്ദർഭവശാൽ PDPP സൂചിപ്പിച്ച കേട്ടോ. ഞാൻ കണ്ടതിൽ ഒരു മാർച്ചിന് നേരെ കല്ലെറിഞ്ഞ ഒരു കേസില് സമരത്തിൽ സംഘർഷമൊക്കെ എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയം ഉണ്ടായിട്ടില്ല. അത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ നമുക്ക് കല്ലെറിഞ്ഞ ചിത്രം കാണുന്നതോടൊപ്പം തന്നെ ആ സമരത്തിൽ തലക്കടിയേറ്റ് അല്ലെങ്കിൽ കാൽപ്പത്തിക്കടിയേറ്റ് ടിയർ ഗ്യാസിൻ്റെ ചീൽ തുറഞ്ഞ് കാലിൽ നിന്ന് രക്തം വാർന്നൊഴുകി കിടക്കുന്ന കുട്ടികളുടെ ചിത്രം ഉണ്ടാവും. ഏത് ചിത്രം കാണണമെന്നുള്ളത് നമ്മുടെ പ്രയോറിറ്റിയാണ്. അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന അതേ ചിന്ത കൊണ്ട് തന്നെ ഇതും ശരിയാണോ എന്നുകൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ CMSൽ ഈ സമര തീക്ഷ്ണമായ കാലഘട്ടത്തിൽ തന്നെ ജയിക്കിനൊരു പ്രണയം ഉണ്ടായിട്ടുണ്ട്, പിന്നീട് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ഒളിച്ചു വെച്ച, വളരെ സീക്രട്ടായിട്ട് കൊണ്ടുനടന്ന ഒരു പ്രണയം എന്നൊക്കെ പിന്നീട് പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതേക്കുറിച്ച് പല വിധത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്നല്ല, അങ്ങനൊന്നും ഇല്ലില്ല. നമുക്ക് ഞാൻ പറഞ്ഞ ഇതെല്ലാം ഒരേ സ്വഭാവത്തിലുള്ളതായിരിക്കില്ല. അപ്പം എനിക്കൊന്ന് അത്തരം വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുണ്ടായിരുന്നു, കോളേജിലൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരുന്നു. പിന്നെ സ്വാഭാവികമായി അതിൻ്റെ ഒരു പരിണാമത്തിലേക്ക് പോയി. ഈ കോളേജിലൊക്കെ തീപ്പൊരി നേതാക്കൾക്ക് പൊതുവെ കുറെ ആരാധികമാരൊക്കെ ഉണ്ടാവാറുണ്ടോ? അപ്പൊ ജയിക്കിന് അതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എൻ്റെ ആരാധികമാരുടെ പ്രൈവസി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു അനുഭവം, എന്തെങ്കിലും രസകരമായിട്ടൊരു അനുഭവം അങ്ങനെ എന്തെങ്കിലും? അതെന്താന്ന് വെച്ചാൽ SFIയിൽ വരുന്ന സമയത്ത് SFIയുടെ ഒരു മുഖമാസികയുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ MS മാസികയാണ് സ്റ്റുഡൻറ്റ് എന്ന് പറയും. അപ്പോൾ സ്റ്റുഡൻറ്റിലൊക്കെ ചില ആനുകാലിക വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ സിനിമാ നിരൂപണം അല്ലെങ്കിൽ ആ സമയത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് അനോണിമസായി 2-3 കത്തുകളൊക്കെ ആ സമയത്ത് വരുമായിരുന്നു. അതൊക്കെ നമുക്ക് നല്ല ആസ്വാദനത്തോടു കൂടെ, അപ്പോൾ ക്ലാസ്സിൻ്റെ പേരുണ്ടാവും, കോളേജിൻ്റെ പേരുണ്ടാവും, ആളുടെ പേരുണ്ടാവും, വേറെ അഡ്രസ്സൊന്നും ഉണ്ടാവില്ല. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും? അല്ല, ഞാൻ പറഞ്ഞില്ല, അവരുടെയൊക്കെ പ്രൈവസി സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തത്തോടെ. സൈബർ അറ്റാക്കുകൾ എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ട ആക്രമണം പോലെയാണെന്ന് ജയിക്ക് പറയുണ്ടായി. ഇപ്പം നമ്മൾ നോക്കുമ്പം എല്ലാ പാർട്ടികൾക്കും ഇത്തരത്തിലൊരു കടന്നൽ കൂട്ടങ്ങളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്ക് അത്ര താല്പര്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൂട്ടമായി ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ഒരു കടന്നൽ കൂട്ടം വളരെ വിസിബിളായിട്ടുണ്ട്. അപ്പം CPMനാണെങ്കിലുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതൊരു വളരെ സീരിയസ് ആയ കൺസേൺഡ് ആയ വിഷയമാണെന്നും അത് നമ്മൾ മുഖവിലക്ക് എടുക്കേണ്ടതാണെന്നുമുള്ള തരത്തിലുള്ള ചർച്ച എവിടെയെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്യാതറിങ്ങുകളിലോ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഈ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മോബ് ലിഞ്ചിങ് ആണെന്നൊരു പ്രയോഗമാണെന്ന് ഞാൻ നടത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോൾ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഈ പശുക്കടത്ത് ആരോപിക്കുക, ബീഫ് കയ്യിലുണ്ടെന്ന് ആരോപിച്ച ആളുകളെ തല്ലിക്കൊല്ലുക, മുഹമ്മദ് അഖ്ലഖിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ടാക്രമണം എന്നുള്ള പ്രയോഗം ഉണ്ടാകുന്നത്. ഇത് സൈബർ സ്പേസിലെ മോബ് ലിഞ്ചിങ് ആണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് ആർക്കെതിരെ ഏത് കൂട്ടം നടത്തുന്നതും ശരിയല്ല എന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞു, എല്ലാ പാർട്ടികൾക്കും ഇങ്ങനെയുള്ള കടന്നൽ കൂട്ടങ്ങളുണ്ട്. അവർക്ക് അനഭിമിതമായ, അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അവരെ സൈബർ സ്പേസിൽ ആൾക്കൂട്ടാക്രമണം നടത്തുന്ന ഒരു സംഘം എല്ലാ പാർട്ടികൾക്കും ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ എനിക്ക് CPMൻ്റെ അല്ലെങ്കിൽ ലെഫ്റ്റിൻ്റെ ഒരു ഭാഗം എനിക്കറിയാൻ കഴിയും. അപ്പോൾ അത്തരം ആളുകൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാകാം. സമൂഹത്തിൻ്റെ പരിച്ഛേദമാണല്ലോ മാധ്യമ സ്ഥാപനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമുദായ സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പുഴുക്കുത്തുകളൊക്കെ ഏറെയും കുറഞ്ഞും എല്ലാത്തിലും ഉണ്ടാകാം. പോയിന്റ് ഇവിടെയാണ്, നമുക്കിവരോടുള്ള സമീപനം എന്താണ്? ഇവരെ നമ്മൾ താരാട്ടുപാടി വളർത്തിക്കൊണ്ട് വരാൻ, റെഡ് കാർപ്പറ്റ് വിരിച്ച് ആനയിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? അവിടെയാണ് പ്രസക്തമായൊരു കാര്യമുള്ളത്. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു CPM ആവട്ടെ ലെഫ്റ്റ് ആവട്ടെ ഇത്തരം അനുഭാവമുള്ള ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ടാകാം. പക്ഷേ അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടൊട്ടും അനുഭാവപൂർണ്ണമായ സമീപനമല്ല CPM സ്വീകരിക്കുക, ഇടതുപക്ഷം സ്വീകരിക്കുക. CPMന് അങ്ങനത്തെ ഒരു സൈബർ ടീം ഇല്ല എന്ന് പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ എതിരാളികളെ ഏത് മോശം ഭാഷയും ഉപയോഗിച്ച് ആൾക്കൂട്ടാക്രമണം നടത്തി അവരെ സൈബർ സ്പേസിൽ നിന്ന് മോബ് ലിഞ്ചിങ്ങിന് വിധേയമാക്കുന്ന ഒരു സംഘത്തെ തീറ്റിപ്പോറ്റി വളർത്തുന്ന ഒരു പാരമ്പര്യം, ഒരു അനുഭവം CPMനില്ല. അങ്ങനെ ആരെങ്കിലും ഒറ്റപ്പെട്ട ഹാൻഡിലുകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ തള്ളിപ്പറയും. ഇപ്പോൾ നിങ്ങൾ ഒരാളുടെ പേര് ചൂണ്ടിക്കാണിച്ചാൽ, അത്തരം ഒരു മോശം കമൻറ്റ് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഏത് ഉന്നത പദവി അലങ്കരിക്കുന്നയാളും ഏത് ചെറിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളുമാവട്ടെ ഉപാധിരഹിതമായി നമ്മളതിനെ പേര് പറയട്ടെ. മണിയാശാൻ ഈ ഇടയ്ക്ക് ഇലക്ഷൻ സമയത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞങ്ങൾ കൊടുത്ത പൈസ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾക്കിട്ട് വച്ചു എന്നൊരു ഡയലോഗ് മണിയാശാൻ പെൻഷൻ വാങ്ങി
ഞാൻ അതിനെ കുറച്ച് നീറ്റായിട്ട് പറഞ്ഞത്. ഇല്ല, അങ്ങനെ ഒരു പ്രയോഗം നടത്തി. പക്ഷേ എനിക്ക് തോന്നുന്നു CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്തു. അദ്ദേഹം മണിയാശം പിന്നീട് അതിനോട് തെറ്റാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തള്ളിക്കളഞ്ഞു. അതിനെ തുടർന്ന് ഇദ്ദേഹം തന്നെ എന്ത് ചെയ്തു? ഈ പറഞ്ഞതുപോലെ ഞാനത് ഉദ്ദേശിച്ചിരുന്നില്ല, അതെൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണ്, ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിലേക്ക് തന്നെയാണ്. ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഇങ്ങനെയൊരു പ്രയോഗം ആര് നടത്തിയാലും, അത് മാർക്സ് മുതൽ CPM-ൻ്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ വരെ ആര് നടത്തിയാലും അതിനകത്തൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലായ്മയുണ്ടോ അത് ചൂണ്ടിക്കാണിക്കുക, അത് തിരുത്തുക. അപ്പോൾ ഇപ്പോഴത്തെ സംഭവം എന്താണ്? ഇപ്പം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വളരെ സ്പെസിഫിക് ഉദാഹരണമാണ്. അങ്ങനെ ഏറ്റവും മുതിർന്നൊരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു പ്രയോഗമുണ്ടായി, അദ്ദേഹത്തെ തിരുത്തുന്നു. അതപ്പോൾ താഴെയുള്ള ആളുകൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഏറ്റവും മുതിർന്നയാൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരുത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഏറ്റവും സാധാരണക്കാരനായ ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു അനുഭാവി, അല്ലെങ്കിൽ ഒരു ബന്ധു, സഹയാത്രികൻ, നിങ്ങൾ പറഞ്ഞാലോ നിർബന്ധമായും നിങ്ങൾക്കത് തിരുത്തേണ്ടതായിട്ട് വരും. കാരണം അത് ഞങ്ങളുടെ നിലപാടല്ല, ഇടതുപക്ഷത്തിൻ്റെ നിലപാടല്ല. അതാണ് അത് നൽകുന്ന സന്ദേശം. ചൂരൽമല വിഷയത്തിൽ മമ്മൂട്ടിക്കെതിരെ വൻതോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി. പക്ഷെ അതിനെ ഒന്ന് വേറിട്ട് നിർത്തുന്നത് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറഞ്ഞു മമ്മൂട്ടിയോട് എന്നുള്ളതാണ്. വളരെ അസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഈ CPM-ൻ്റെ ഇത്തരം ഹാൻഡിലുകൾ, ഇപ്പം ജയ്ക്ക് പറഞ്ഞതുപോലെ പാർട്ടി തീറ്റിപ്പോറ്റുന്നില്ല എന്ന് പറയുമ്പോഴും അപ്പുറത്ത് ഇത്തരമുള്ള ഒരു കടന്നൽ കൂട്ടം വളരെ ഇപ്പോൾ KK രമ അടക്കമുള്ള ആളുകളെ വളരെ മോശമായിട്ട് തെരുവ് വേശ്യ എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് സൈബർ തലത്തിൽ ആക്രമിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മാപ്പ് പറച്ചിൽ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണോ? അങ്ങനെയാണെങ്കിൽ ആരോടൊക്കെ മാപ്പ് പറയേണ്ടി വരും? ഈ ചോദ്യത്തിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്നിപ്പോൾ പറഞ്ഞ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ട്, എനിക്ക് അതിനെ സംബന്ധിച്ച അഭിപ്രായമുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല, കാരണം ഇപ്പോൾ അത് അവസാനിപ്പിച്ചു. അത് പറഞ്ഞയാളും കേട്ടയാളും അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ ആളുകൾ എല്ലാവരും അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവരും ചേർന്ന് അവസാനിപ്പിച്ച് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തൊരു കാര്യത്തിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു, ഇനി നമ്മൾ ക്ലോസ്ഡ് ചാപ്റ്റർ വീണ്ടും തുറക്കേണ്ടതില്ലല്ലോ. പക്ഷേ ആ കാര്യത്തിനകത്ത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരു സൈബർ ലിഞ്ചിങ് നമ്മുടെ മലയാളത്തിൻ്റെ ആദരണീയനായ മഹാനടൻ നേരിട്ടു എന്നുള്ളതാണല്ലോ പറഞ്ഞത്. പക്ഷേ അത് ഇടതുപക്ഷ പ്രൊഫൈലുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹത്തോട് ഡിസെൻഡ് ചെയ്ത് അഭിപ്രായം പറഞ്ഞ പല പ്രമുഖരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഷവറ അംഗമാണ് C. ദാവൂദ്, മീഡിയ വൺ ചാനലിൻ്റെ ഒരു മുഖമാണല്ലോ. അദ്ദേഹം അതിനെ വിമർശിച്ചു. ആ വിഷയത്തിൽ അദ്ദേഹത്തോടൊപ്പമല്ല എന്ന് പറഞ്ഞു. നമ്മുടെ എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമാണ് നമ്മുടെ ശാരദക്കുട്ടി, അദ്ദേഹം അതിനെ വിമർശിച്ചു. ഇപ്പം അങ്ങനെയുള്ളൊരു സൈബർ ലിഞ്ചിങ്, അത് ഒരു മഹാനടന് നേരെ പോയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ, ഒരു രാഷ്ട്രീയ പ്രവർത്തക, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ മാധ്യമ പ്രവർത്തകൻ ആർക്കെതിരെ പറഞ്ഞാലും, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അക്കാര്യത്തിലൊന്നും ഏതെങ്കിലും ഒരു പ്രത്യശാസ്ത്ര പുസ്തകമോ അല്ലെങ്കിൽ അച്ചടിച്ച് വെച്ച ഏതെങ്കിലും ഒരു പേജുകളൊന്നും നമുക്ക് മറച്ചു നോക്കേണ്ട കാര്യമില്ല. മനുഷ്യത്വ വിരുദ്ധമായ, നമുക്ക് കേൾക്കുമ്പോൾ അസുഖകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന, അയ്യോ ഇതൊരു മോശം കാര്യമില്ലേ എന്ന് തോന്നുന്ന ഒരു പ്രയോഗം ആരു നടത്തിയാലും അതെത്ര വലിയ ആളാവട്ടെ എത്ര ചെറിയ ആളാവട്ടെ ആരു നടത്തിയാലും അതിനെയൊന്നും പിന്തുണയ്ക്കില്ല. അത് പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് പറയാൻ എനിക്കൊരു ദാർശനിക പുസ്തകവും എനിക്കൊരു പ്രത്യശാസ്ത്ര ഗ്രന്ഥവും മറച്ചു നോക്കേണ്ടതില്ല. അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു നേതാവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല, ഇതിലെന്താ നമ്മുടെ നിലപാട് എന്ന് ചോദിക്കേണ്ടതില്ല. കാരണം എനിക്കുറപ്പുണ്ട്, ഞാൻ പഠിച്ച രാഷ്ട്രീയ പാഠം എന്ന് പറയുന്നത് മനുഷ്യന് അസുഖകരമായി തോന്നാൻ സാധ്യതയുള്ള ഒരു പ്രയോഗത്തെയും സ്വാഗതം ചെയ്യുന്നതല്ല എന്നുള്ളതാണ്. നമുക്ക് കുറച്ചൊന്ന് ലൈറ്റ് ആക്കി ഒരു ഗെയിമിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഇതിനകത്ത് കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് ഉണ്ട്. ഒരാളെ ചൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ പറ്റി പറയണം. ഒന്ന് ഫ്രണ്ടിലോട്ട് കാണിക്കൂ. ആരാണ് അത് പാടില്ല. കാരണം അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെയാണ് സഖാവ് VS-നെയാണോ സഖാവ് പിണറായിയാണോ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ VS മരണപ്പെട്ടു. VS-ൻ്റെ മരണം സംഭവിച്ച ഒരു വർഷം കൂടിയാണ് നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ 82 വയസ്സ് പിന്നിട്ടതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന ആളായിരുന്നു സഖാവ് VS. അന്ന് പ്രചരണത്തിന് വന്ന രാഹുൽ ഗാന്ധി, ഞാനിപ്പോൾ VS-ൻ്റെ വ്യക്തിപരമായ സവിശേഷതയിലേക്ക് പോകില്ല, നിങ്ങളൊരു കാര്യം പറയാൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യം പറയുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യം ആരെയാണ് 2016 അല്ലെങ്കിൽ 2011 16 തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾക്ക് ഈ 90 വയസ്സിനോളം അടുത്ത ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം, ഇതാണോ നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിയുടെ ആ ചോദ്യം ഒരു പഞ്ചുള്ള ചോദ്യമാണ്. വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ റീൽസായി, സ്റ്റാറ്റസായി, ലൈക്കായി, ഷെയറായി ഒക്കെ ആഘോഷിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞെട്ടിപ്പിച്ചു കളഞ്ഞു 86 വയസ്സ് പിന്നിട്ട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന VS-ൻ്റെ പ്രതികരണം. TS തിരുമുമ്പിൻ്റെ പ്രസിദ്ധീകരിച്ചൊരു കവിതയുണ്ട്, തലനരയ്ക്കുവതല്ല എൻ്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതല്ല എൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ കീഴടങ്ങാത്തതാണ് എൻ്റെ യൗവനം എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിത VS പറഞ്ഞു. എന്നിട്ട് നേരെ ഡയറക്റ്റ് അറ്റാക്കാണ്.
ഈ പറയുന്ന അമൂൽ അമൂൽ baby. പുത്രന്മാരെന്ന്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അന്ന് അമൂൽ അത് പരസ്യമാക്കി. അതെ. ഇപ്പൊ നമ്മുടെ മിൽമ ചെയ്യുന്ന പോലത്തെയുള്ള ഒരു എഞ്ചിനീയറിംഗ് എന്ന് അമൂലിനുണ്ട്. അന്ന് അമൂൽ ബേബിയെ കുറിച്ച് പറഞ്ഞത് കേരളത്തിൽ വലിയ ചർച്ചയായപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായ അമൂൽ അത് പരസ്യമാക്കി. ഞാൻ ഇപ്പോൾ സന്ദർഭവശാൽ ഓർമ്മിച്ചാണ്, 90-ലും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുന്ന യവനമുണ്ടായിരുന്നയാളായിരുന്നു സഖാവ് VS. ഒരാളെ ചൂസ് ചെയ്തിട്ട് പറയാം. ഇതിനെ സംബന്ധിച്ച് നല്ല കാര്യമല്ലേ പറയേണ്ടത്? അത് ഡിപ്പെൻസ്. as you like. അതായത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും രണ്ടുപേരുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ബഹുമാന്യനായ VD സതീശൻ, 2 രമേശ് ചെന്നിത്തല. ഞാൻ ആ കാര്യത്തിൽ ഇതാണ് ബഗേഴ്സ് കാൺ ബി ചൂസേഴ്സ് എന്ന് പറയാറുണ്ട്. നമുക്ക് തിരഞ്ഞെടുപ്പുകളുടെ സാധ്യത കുറവാണ് പ്രതിപക്ഷത്തേക്ക് എത്തുമ്പോൾ. പക്ഷേ എന്തുകൊണ്ടും ഇതിൽ ഭേദമാറി എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായും രമേശ് ചെന്നിത്തലയെ പറയും. കാരണം ആ രമേശ് ചെന്നിത്തല ഒരിക്കലും ഇപ്പോൾ വയനാട് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. അതിനേക്കാൾ വലുത് വരാതിരിക്കട്ടെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ. അപ്പോൾ അവിടുത്തെ നിസ്സഹായരായ മനുഷ്യരെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് കോൺഗ്രസ് പണം പിരിച്ചത്. കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, ഇങ്ങനെ 3 മിനിറ്റ് കൊണ്ട് 300 വീട് പണിത് കഴിഞ്ഞു. അങ്ങനെ പറയാൻ ഉള്ള അസാധാരണമായ ഒരു ഉളുപ്പില്ലായ്മ ഉള്ളയാളല്ല ബഹുമാനീയനായ രമേശ് ചെന്നിത്തല. ഇദ്ദേഹത്തെക്കാൾ ഫാർ ബെറ്ററാണ് എന്ന അഭിപ്രായമാണ് എനിക്ക് അക്കാര്യത്തിലുള്ളത്. കേരളം ആരെയാണ് കുറച്ചുകൂടെ അർഹിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ മുൻ പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനേക്കാൾ അർഹിച്ചിരുന്നത്. കമ്പയറിംഗ് ബിറ്റ്വീൻ ദം. ഇത് കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു NSSന്റെ ജനറൽ സെക്രട്ടറി, SNDPയുടെ നേതാവ് അല്ലേ? അതെ. അതിൽ അതൊക്കെ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവും. മമ്മൂട്ടി മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിൽ NSS ജനറൽ സെക്രട്ടറിക്ക് ഇടതുപക്ഷത്തോടൊക്കെ കടുത്ത വിമർശനം പല കാലങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. ശക്തമായ വിമർശനം, CPM-നോട് അതിരൂക്ഷമായ വിമർശനം സമീപത്ത് വരെ ഉയർത്തിയിട്ടുണ്ട്, ഒരു സംശയമില്ല. അദ്ദേഹം ഇപ്പോഴും ഒരു CPI ആഭിമുഖ്യം ഒരു ലെഫ്റ്റ് ലീനിയൻസ് ഒന്നും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടുള്ള ആളുമല്ല. പക്ഷേ നമ്മൾ ഒത്തുചേരുന്നതിനൊരു നാഷണൽ സിനാരിയോ ഉണ്ടല്ലോ. വർഗീയത ഉയർത്തുന്ന പ്രശ്നങ്ങൾ, കേരളത്തിലും ഇന്ത്യയിലും വർഗീയത ഉയർത്താൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ മുമ്പിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് രണ്ടുപേരും. പക്ഷേ NSS ജനറൽ സെക്രട്ടറി അക്കാര്യത്തിൽ സമീപത്ത് സ്വീകരിച്ച നിലപാട് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, രണ്ടാമതൊരു കാവ്യപതാകയും കൊണ്ട് NSSൻ്റെ അകത്തളങ്ങളിലേക്ക് വരാമെന്നൊരാളും വ്യാമോഹിക്കേണ്ടതില്ല. നമ്മുടെ യൂണിയൻ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് റാങ്ക് പദവിയിൽ അലങ്കരിക്കുന്ന ആളാണ് തൃശ്ശൂർ MP. അദ്ദേഹം മുതൽ ഈയിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, നമ്മുടെ ഉപരാഷ്ട്രപതി കേരളത്തിൽ വന്നിരുന്നു, വൈസ് പ്രസിഡന്റ് കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു SB കോളേജിൻ്റെ സെൻറ്റിനറി സെലിബ്രേഷനോ മറ്റോ ഉദ്ഘാടനം ചെയ്യാൻ കൂടിയാണ് വന്നത്. ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന് ഇവിടെ NSS ആസ്ഥാനത്ത് വരണം, മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണം. അനുമതി നൽകിയില്ല. ആളുകളൊക്കെ വരുന്നത് സ്വീകാര്യമാണ്, പക്ഷേ ശരിയല്ലാത്ത രാഷ്ട്രീയ അജണ്ടയോടുകൂടെ NSS ആസ്ഥാനത്ത് വരുന്നത് അത് നമ്മുടെ നാട്ടിലെ ഒരു പാർലമെൻറ്റ് മെമ്പർ മുതൽ ഇന്ത്യയുടെ ഉപരാഷ്ട്ര പദവി അലങ്കരിക്കുന്ന ആൾ വരെ ആകട്ടെ, ആ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഞങ്ങൾ കീഴടങ്ങില്ല എന്ന നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചു, അദ്ദേഹം നടപ്പിലാക്കി. നമ്മളോട് ആഭിമുഖ്യമുണ്ടോ എന്ന് വെച്ചാൽ പ്രിസൈസ്ലി ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. പക്ഷേ വർഗീയതയ്ക്കെതിരെ കരുത്തോടുകൂടെ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ എങ്കിൽ നിങ്ങളോട് വിയോജിപ്പോടുകൂടെ കരം പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളോട് എതിർപ്പുണ്ടായിരിക്കാം, അത് നിങ്ങളുടെ വ്യക്തിപരമായ അവകാശം, നിങ്ങളുടെ വ്യക്തിപരമായ ബോധ്യം. പക്ഷേ ഞങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ വർഗീയതയ്ക്കെതിരെയാണോ, വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് നമുക്കൊരുമിച്ച് നീങ്ങാം. അത് പറയുന്നതിൽ NSS സെക്രട്ടറിയുടെ നിലപാടിനൊരു പ്രാമുഖ്യമുണ്ട്. നിലപാടിൽ NSSന്റെ സുകുമാരൻ നായർക്കാണ് നിലപാടുള്ളത്, വെള്ളാപ്പള്ളിക്ക് അങ്ങനെയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ രണ്ടുപേർക്കും ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി ഇന്ത്യൻ വർഗീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പല കാലയളവുകളിലും ആവർത്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ചില വാർത്തകൾ, പ്രതീതി നിർമ്മാണങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം ആവർത്തിക്കാറുണ്ട്, ഞാൻ വർഗീയവാദിയല്ല, ഞാൻ മതനിരപക്ഷവാദിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കാറുള്ളത്. ഒന്ന് ഫൺ മോഡാക്കാം. അതെ. നമ്മളൊരു സിനിമ ഡയലോഗ് പറയുന്നു, അത് ജയിക്കിന് ആരോടാണോ പറയാൻ തോന്നുന്നത്, പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ കൂടുതൽ ആരോട് പറയാൻ തോന്നുന്നു അത് പറയാം. ഈ സിനിമയും രാഷ്ട്രീയമായിട്ട് ആ തരത്തിൽ ബന്ധമില്ല, പറഞ്ഞു നോക്കാം. കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡുകളാണ്. അപ്പൊ ആദ്യത്തെ ഒരു ഇതെന്ന നിലയിൽ ഓർമ്മയുണ്ടോ ഈ മുഖം, ആരോടായിരിക്കും പറയാ? അതിപ്പോ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചിട്ട് ആരോടാ പറയാം, ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപിയുടെ ഡയലോഗാണല്ലേ? അതെ അതെ.
ഓർമ്മയുണ്ടോ മുഖം? ഒരു ഇലക്ഷൻ സമയം കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുമ്പം ഓർമ്മയുണ്ട് ഈ മുഖം എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അത് വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽപ്പെട്ടവരോട് തന്നെ ചോദിക്കണമെന്നില്ലല്ലോ. രാഷ്ട്രീയത്തിൽപ്പെട്ടവരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടെ അതൊന്നും രാഷ്ട്രീയത്തിൽ തന്നെ ചേർന്ന് അല്ല, നമ്മുടെ കോണ്ടാക്ട് അതാണല്ലോ. പൊളിറ്റിക്കൽ അല്ലേ? രാഷ്ട്രീയവും മാധ്യമ മേഖലയും ഒക്കെ ചേർന്ന് കിടക്കുന്നതല്ലേ. മാധ്യമം വേണ്ട നമുക്ക് അത് നമ്മുടെ മേഖലയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഇടക്കിടക്ക് ഇങ്ങനെ നാക്കുപിഴ പറ്റുന്ന ഒരാള്. അത് നാക്കുപിഴയാണെങ്കിൽ ശരിയാണ്, നമ്മൾ ടങ് സ്ലിപ്പ് എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ഇത് ഡെലിബറേറ്റ്ലി സംഭവിക്കുന്ന പിഴവുകളെ സംബന്ധിച്ച് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് മുതൽ മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനോട് വരെ ഈ ചോദ്യം ചോദിക്കാം. എന്താണ് പാലക്കാട് MLA-നോട് ശ്രദ്ധിക്കേണ്ട അംബാനെ എന്ന് പറയാൻ കാരണം? പാലക്കാട് MLA-യോട് ശ്രദ്ധിക്കേണ്ട അമ്മാനെന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞതല്ല, എനിക്ക് മനസ്സിലാക്കുന്നു കോൺഗ്രസിന്റെ റാങ്ക് ആൻഡ് ഫയൽ എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പുക്കുട്ട ഓവറാക്കി ചളമാക്കല്ലേടാ, ആ ഒരു ക്യാപ്ഷൻ ആർക്ക് ചേരുമായിരിക്കും? ഇതൊക്കെ പ്രശ്നമാണ്. നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് പല രീതിയിൽ എക്സിബിഷനിസം ഒക്കെയുള്ള ഇതാണല്ലോ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മളുടെ സോക്കോൾഡ് രാഷ്ട്രീയത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ആളുകൾ പലരും നടക്കുന്നത് ചിലപ്പോൾ 3 ഫോണൊക്കെയുള്ള സഹായികളെ കൂട്ടിയിട്ടായിരിക്കും നടക്കുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, ഫംഗ്ഷൻ ചെല്ലുമ്പോൾ റീൽസ് പകർത്തുക, യൂട്യൂബേഴ്സിനെ കൊണ്ട് നടക്കുക. ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. ഭാഗത്തുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന വാചകം എന്താ? ഇതിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ തികച്ചും സാങ്കല്പികമാണ്, നിങ്ങൾക്ക് ആരോടെങ്കിലും സാദൃശ്യം തോന്നിയാൽ അന്വേഷിക്കരുത്, നമ്മളെ കുറ്റം പറയരുത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ധാരാളം ഉണ്ട്. അതിപ്പോൾ വടകര മുതൽ പലയിടങ്ങളിലും ഉണ്ട്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ല, നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ വിജയ. അതിപ്പോൾ ആരോടാ പറയാന്ന് വെച്ചാൽ, ഞാൻ ഇവരുടെ പേര് ചിലപ്പോൾ ആവർത്തിക്കേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ഉദാഹരണങ്ങളാണല്ലോ എനിക്ക് പെട്ടെന്ന് സൈറ്റേഷനായിട്ട് പറയാൻ പറ്റുക. ഇപ്പോൾ പ്രളയത്തിൻ്റെ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കേരളത്തിൽ KPCC എത്ര വീടാ പറഞ്ഞത്? ഇക്കാര്യം പറയുമ്പോ ഈ വീട് വെക്കുന്ന കാര്യത്തിലേക്കാണ് ഞാൻ പറഞ്ഞ അനുഭവങ്ങളല്ലേ? അല്ല, കുറെ ആയല്ലേ, ആവർത്തനമുണ്ട്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഉത്തരം മതി. ആരാണ് ഓർമ്മ വരുന്നത്, ആരോടാണ് ഇത് പറയേണ്ടത്? അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ 2 സെന്റൻസ് പറഞ്ഞിട്ട് ഈ ഒറ്റ വരിയിലേക്ക് വരാവേ. രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പം ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളൊക്കെ പ്രതിസന്ധിയിലാകുന്ന സമയത്ത് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ്, നല്ലൊരു പരിഹാരം, ഒരു ബദൽ സംഘടിപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതിൽ മലയാളി പ്രതിസന്ധിയിലായ 2 ഘട്ടങ്ങളായിരുന്നു വയനാട്, 2018-19 പ്രളയമൊക്കെ. ആ സമയത്ത് ഇപ്പോൾ ഇവർ വീടിന് പകരം വേറെ എന്തെങ്കിലും പറയാമെന്ന് ഞാനത് പറഞ്ഞേനെ. എൻ്റെ കുറ്റമല്ല കോൺഗ്രസ് വീട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കോൺഗ്രസ് ഏതാണ് കിട്ടുമ്പോൾ ചോദിക്കണം, നിങ്ങൾ ഈ 2018 1000 വീട് പറഞ്ഞു, വയനാട്ടിൽ 330 വീട് പറഞ്ഞു, ഈ വീട് പറയാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞുകൂടെ എന്ന് എന്നോട് ചോദിക്കരുത്, അവരോട് ചോദിക്കണം. അപ്പം ഒന്നും തരാത്ത വേറെയുള്ള ആളുകളുണ്ട്, മോദിയോട് ചോദിക്കാം, രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന ഹെലികോപ്റ്ററിൻ്റെ ഇന്ധനം അടിച്ച കാശ് നമ്മുടെ കയ്യിൽ നിന്ന് ഊട്ടിക്കൊണ്ടുപോകുന്നു, കൊടുത്തുവിട്ട വെള്ളത്തിൻ്റെ പണം വാങ്ങുന്നു. ഈ മാതിരി അനുഭവങ്ങൾ ഉണ്ടായി മലയാളിക്ക്. ആസ് എ വോൾ നമ്മളൊരു സൊസൈറ്റി എന്ന നിലയിൽ കേരളത്തിന് അനുഭവിക്കേണ്ട വന്ന പ്രശ്നങ്ങൾ ഇതാണ്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഏതാണ്? ഈ പരിപാടിയൊന്നും നിങ്ങളെ കൊണ്ട് നടക്കില്ല. ഇതൊക്കെ നല്ല അന്തസ്സോടുകൂടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. വേറെ പരിപാടിക്ക് പോകൂ എന്ന് നമുക്ക് പറയാൻ തോന്നും. 2 കോടിയോളം ആസ്തി ഉണ്ട് എന്നാണ് ജയിക്കിന്റെ ഒഫീഷ്യൽ നമ്മൾ നോക്കിയപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലൊക്കെ കാണുന്നത്. അപ്പം എന്താണ് ശരിക്കും ജോലി? അതായത് ഒരു ഫുൾ ടൈം പൊതുപ്രവർത്തകനാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അത് ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു 2000 വിദ്യാഭ്യാസ കാലം കഴിയുന്ന സമയം മുതൽ അങ്ങനെയാണ്. SFIയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായ സമയം മുതൽ പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ അർത്ഥത്തിൽ പക്ഷേ ഞാനിപ്പോൾ നിലവിൽ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. പഠനം ഒരു സൈഡിൽ കൂടെ കുറച്ചുകൂടെ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയത് ഒന്ന് നിവർത്തിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്ത് സംബന്ധിച്ചാണ്, എന്തിനെ കുറിച്ചാണ് പഠനം? ഞാൻ LLB ചെയ്യുന്നുണ്ട് ജൻഹിത് ലോ കോളേജിൽ. ഇപ്പം എല്ലാം രാഷ്ട്രീയമാണെന്ന് ജയിക്ക് പറഞ്ഞല്ലോ. അതായത് ഇപ്പം ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവരോടുള്ളതായാലും എല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകളാണെന്ന്. നമ്മൾ മറ്റു പാർട്ടികളിൽ അങ്ങനെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധം ആരെങ്കിലും ആയിട്ടുണ്ടോ? ഒരു ബെസ്റ്റ് ഫ്രണ്ട്? ചാണ്ടി ഉമ്മനുമായിട്ട് നല്ലൊരു സൗഹൃദമുണ്ടോ? സൗഹൃദത്തെക്കാൾ ഉപരി കുറച്ചുകൂടെ എനിക്ക് പറയാനുള്ളൂ, ഇപ്പം ആരോടും അങ്ങനെ ഒരു ശത്രുതയോ വിദ്വേഷമോ നിലവിൽ ഇതുവരെ ഇല്ല. അതായത് പേഴ്സണൽ ഒരു ഗ്രഡ്ജിലേക്കൊന്നും പോകേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പൊതുവിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. പിന്നെ ഒരു മാന്യമായ സൗഹൃദം എല്ലാവരോടും ഉണ്ട്. എവിടെ വെച്ച് കാണുമ്പോഴും ഞാൻ അങ്ങോട്ട് ചെന്നോ അല്ലെങ്കിൽ അവരെന്നെ കണ്ടാൽ ഇങ്ങോട്ടോ വന്ന് പരസ്പരം കൈ കൊടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും.
അല്ല ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായാലും ഒന്ന് വിളിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആരോടായിരിക്കും? അതൊക്കെ കുറച്ചുകൂടെ നമ്മളുമായിട്ടൊരു ഹേർട്ട്ഫുൾ ബന്ധമുള്ള ആളുകളോടല്ലേ, നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ആളുകളോടായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഇപ്പം നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആരെയായിരിക്കും ഇപ്പൊ സ്വന്തം പാർട്ടിയിലുള്ള കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ. അതൊക്കെ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ഞാൻ ക്ലോസ്ഡ് എന്ന് കരുതുന്ന ആളുകൾ, അവരങ്ങനെ എന്നോട് ഏറെ അടുത്ത് നിൽക്കുന്നു എന്ന് ഞാൻ കരുതുന്ന ആളുകൾ എന്നോട് അങ്ങനെ സമീപനം സ്വീകരിക്കുന്നത് എനിക്കറിയില്ല. എന്നാൽ ഞാൻ ക്ലോസ്ഡ് അല്ല എന്ന് കരുതുന്ന ആളുകൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് കരുതുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ നമുക്ക് മുകളിലേക്ക് എടുക്കാം. ഞാൻ നേരത്തെ മറ്റു ചില ആളുകളുടെ പ്രൈവസിയെ സംബന്ധിച്ച് പറഞ്ഞ പോലെ അവരെയൊക്കെ നമുക്ക് മുകളിലേക്ക് എടുത്തിട്ട് എല്ലാവരും നമ്മുടെ കാര്യപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പൊ ജയ്ക്ക് നമുക്ക് വേണ്ടി സഖാവ് കവിതയിൽ 2 പേര് അയ്യോ, ഞാൻ ഒന്ന് പാടുക. അത് ആ ഐക്കോണിക് വരി തന്നെ മതി. കൊല്ലപ്പരീക്ഷയെത്താറായി അത് സഖാവേ പാടാനൊന്നും എന്നെ കൊണ്ടാവൂല. ചൊല്ലിയാ മതി. അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ നാളെ അത് തന്നെ. അപ്പൊ പാടിക്കോ. അല്ല ഹിസാന കമ്പനി അല്ല, അത് നാളെ ഈ പീത പുഷ്പങ്ങൾ കുഴിഞ്ഞിടും പാതയിൽ. പറയല്ല പാടുക. നമുക്ക് അയ്യോ, പാടാൻ എനിക്കാവില്ല. കവിതയല്ലേ, ചെറിയൊരു കവിത. ഇപ്പൊ നല്ല റീച്ച് ഉണ്ടെന്നല്ലേ തുടങ്ങി ഇപ്പൊ പറഞ്ഞേ അല്ലേ? അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണം. അത് ആകെ തകർന്ന് തരിപ്പണാകും ഈ മാതിരി പരിപാടിക്കാണെങ്കിൽ. ജയിക്കിന്റെ ചൊല്ലിയാലും മതി. ഇല്ല, കംഫോർട്ടബിൾ ഇപ്പൊ നമ്മള് ചൊല്ലുന്നത് ഞാൻ നേരത്തെ ചൊല്ലിയ പോലെ അതാണേലും മതി. അതിപ്പോ 2 പേര് പറയാൻ ഞാൻ അത് നേരത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടോണ്ടിരിക്കുന്നോണ്ട് കുറച്ച് ഇത് മെമ്മറിയിലുണ്ടായിരുന്നു. ഇപ്പൊ അത് പാടെ മാറുന്നു. കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്ക ജയിലിലാണോ അല്ലേ? പിന്നെ ഇല്ല, അതിൻ്റെ അവസാന ഭാഗമൊക്കെ ഞാൻ മറന്നു.